എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് വാറിന് ശക്തി കൂട്ടിയിരിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ അഡീഷണൽ ആയിട്ട് 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പം 30% ഉണ്ട്, അഡീഷണൽ ആയിട്ട് 100% കൂടി വരുമ്പോൾ 130% ഇമ്പോർട്ട് ഡ്യൂട്ടി ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിന്മേൽ അമേരിക്കക്കാരൻ ഇനി കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അമേരിക്കക്കാരെ തന്നെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് എക്സ്പോർട്ട് നടത്തുന്ന ക്രിട്ടിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയർ ഐറ്റത്തിന്മേലൊക്കെ കൺട്രോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇവൻറ്റുകളും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് അമേരിക്കയിൽ വെള്ളിയാഴ്ച ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഈ അനൗൺസ്മെൻറ്റിന് ശേഷം 3.5-4% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും 3.4-5% താഴെയാണ് ഈ അനൗൺസ്മെൻറ്റിന് ശേഷം അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റുകൾ താഴെയാണ്, യൂറോപ്പും താഴെയാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ 8-ാം തീയതി വരെ ഹോളിഡേ ആയിരുന്നു. 9-ാം തീയതി ഓപ്പൺ ചെയ്തതിന് ശേഷം 10-ാം തീയതി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് പ്രീവിയസ് വീക്ക് ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകൾ നല്ല രീതിയിൽ റിക്കവർ നേടി ക്ലോസ് ചെയ്തിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഒരു പരിധി വരെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള നീജർക്ക് റിയാക്ഷൻ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വരുമ്പോൾ അതിൻ്റേതായ നെഗറ്റീവ് റിയാക്ഷനൊക്കെ വീണ്ടും നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഡെപ്ത് കുറവായിരിക്കുമെന്ന് മാത്രം. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ താരങ്ങൾ ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം ഒക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലത്തെ താരങ്ങൾ. പക്ഷെ വെള്ളിയാഴ്ച ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷമുള്ള മാർക്കറ്റ് ക്രാഷിൽ സിൽവറും ഗോൾഡും ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. കോപ്പർ ഒരവസരത്തിൽ റെക്കോർഡ് ഹൈനടുത്ത് വരെയൊക്കെ എത്തിയിരുന്നു. പക്ഷെ 4.5% താഴെയാണ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അലുമിനിയം 3-year ഹൈ ഒക്കെ വന്നിരുന്നു. അതിനുശേഷം വീക്ക് ടു വീക്ക് ബെറ്റർ ആണെങ്കിൽ പോലും വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. അതേസമയം വെള്ളിയാഴ്ച താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വളരെ താഴെയാണ്, $62.73 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഈ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ക്ലോസിംഗ് ആണ് 88.69 രൂപ പെർ ഡോളറിലാണ്. ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $460.2 പെർ ഔൺസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച വീണ്ടും $416.4 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചേഴ്സ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് $15 മേലെയാണ് സ്പോട്ട് പ്രൈസ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പോട്ട് ബൈയും കൂടുതലായിരിക്കുന്നു, സ്പോട്ടിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റകളൊക്കെ പുറത്തു വന്നിരുന്നു. ETF-കൾ, സെൻട്രൽ ബാങ്കുകളൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സിൽവറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച $51.27 പെർ ഔൺസ് വരെ ഹൈ പോയിരുന്നു. അത് പുതിയ റെക്കോർഡ് ഹൈ ആണ് സിൽവറിൻ്റെ. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയും $51.17 പെർ ഔൺസ് വരെയൊക്കെ ഹൈ വന്നിരുന്നു. പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്നത് $49.89 പെർ ഔൺസ് ആണ്. അപ്പോൾ സിൽവറും ഗോൾഡും
ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ക്ലോസിങ് തന്നെയാണ്. ഈ രണ്ട് കമോഡിറ്റികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഡേയ്സ് ആണ് ഹെഡ്. അതോടൊപ്പം തന്നെ സിൽവറിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും വളരെ പോസിറ്റീവ് തന്നെയാണ്. രണ്ട് കമോഡിറ്റികളും സ്പോട്ട് പ്രൈസ് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ആയിട്ട് നോക്കുമ്പോൾ സ്പോട്ട് പ്രൈസ് വളരെ ഹൈ ആയിട്ടാണ്. $2 ഡിഫറൻസ് ആണ് സിൽവറിൻ്റെ കാര്യത്തിൽ, $15 ഡിഫറൻസ് ആണ് ഗോൾഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ രണ്ട് കമോഡിറ്റികളുടെയും സ്പോട്ട് പ്രൈസ് ഫ്യൂച്ചേഴ്സ് പ്രൈസിനേക്കാളും ഹൈ ആണ്. ഇത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസിൽ ഷോർട്ട് കവറിങ് വരികയാണെങ്കിൽ വീണ്ടും ഗോൾഡ് പ്രൈസ് മുന്നേറിയേക്കാം, സിൽവർ പ്രൈസൊക്കെ മുന്നേറിയേക്കാം. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുന്നേറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഈ കമോഡിറ്റികളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല ഡേയ്സ് അഹെഡ് തന്നെയാണ് ഈ രണ്ട് കമോഡിറ്റികൾക്കും. പ്രത്യേകിച്ച് അമേരിക്കയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മാർക്കറ്റ് ക്രാഷ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഈ കമോഡിറ്റികളിലും കാണാനായിട്ട് സാധിക്കും. അമേരിക്കയിൽ ഈ ആഴ്ചയിൽ ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. മേജർ ബാങ്കുകളുടെ റിസൾട്ടുകളൊക്കെ ഈ ആഴ്ച അനൗൺസ്മെന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ JP Morgan, വെൽസ് ഫാർഗോ, ഗോൾഡ്മാൻ സാക്സ്, സിറ്റി ഗ്രൂപ്പ്, ബ്ലാക്ക് റോക്ക്, AMC, ജോൺസൺ ആൻഡ് ജോൺസൺ, ബാങ്ക് ഓഫ് അമേരിക്ക, ASML ഹോൾഡിങ്സ്, മൈക്രോസോഫ്റ്റ്, ഈ മേജർ കമ്പനികളൊക്കെയാണ് അമേരിക്കയിൽ ഈ ആഴ്ച റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ വരാനുണ്ട്. ഇത്തരത്തിലുള്ള ഡാറ്റകളുടെയൊക്കെ ഇമ്പാക്റ്റുകളൊക്കെ അടുത്ത ദിവസങ്ങളിലും അമേരിക്കൻ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനു മുമ്പ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റുകളിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ മറ്റു ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലും ചൈനയിൽ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ രീതിയിലൊക്കെ മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജപ്പാനിലും ഇൻഡസ്ട്രിയൽ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് മുന്നേറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജപ്പാനിലെ പുതിയ ലേഡി പ്രൈം മിനിസ്റ്ററാണ്. സ്റ്റിമുലസ് മെഷേഴ്സിന് അനുകൂലമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൂടാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് തീർച്ചയായിട്ടും വീണ്ടും ഒരു ക്യാരി ട്രേഡൊക്കെ പുതിയ രീതിയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ക്യാരി ട്രേഡ് വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് തന്നെയാണ്. കാരണം ഗ്ലോബൽ ഫിനാൻസിയർ ആയിട്ട് അറിയപ്പെടുന്നത് ജപ്പാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ബോറോ ചെയ്തുകൊണ്ട് മറ്റ് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരികയാണെങ്കിൽ ജാപ്പനീസ് യെൻ വീണ്ടും താഴെ പോയേക്കാം. അതോടൊപ്പം തന്നെ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റും വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് ഗ്ലോബൽ അനലിസ്റ്റുകളെല്ലാം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഗ്ലോബൽ ട്രെൻഡുകൾ. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയുടെ മേലുള്ള 100% താരിഫ് ഇമ്പോസിഷൻ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റൈൽ, ടോയ് മാനുഫാക്ചറിങ് സെക്ടറിനൊക്കെ പോസിറ്റീവാണ്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് നാളെ വീണ്ടും മാറ്റി ഇന്ത്യയുടെ മേലും ഇത്തരത്തിലുള്ള താരിഫ് ഇമ്പോസ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഒപ്റ്റിമിസം നമുക്ക് വലിയ രീതിയിൽ വെച്ച് പുലർത്താനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ചൈനയുടെ മേലുള്ള ഇത്തരത്തിലുള്ള താരിഫ് ഇമ്പോസിഷൻ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എന്നിരുന്നാലും നമുക്ക് ട്രംപിൻ്റെ കാര്യമായ കാരണം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കോഷനോട് കൂടിയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സെപ്റ്റംബർ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. SIP 29,361 കോടി രൂപയാണ് ഓഗസ്റ്റ് മാസത്തിന് കമ്പയർ ചെയ്യുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 28,265 കോടി രൂപയായിരുന്നു. തീർച്ചയായിട്ടും അറൗണ്ട് 1,100 കോടി രൂപ മേലെയാണ് സെപ്റ്റംബറിൽ. അതോടൊപ്പം തന്നെ SIP ക്ലോസർ നോക്കുകയാണെങ്കിൽ 44.03 ലാക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
പുതിയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ള 57.73 ലക്ഷം അക്കൗണ്ടുകൾ പുതുതായിട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ ഫോളിയോസ് നോക്കുകയാണെങ്കിൽ 19.81 കോടി റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ട് ഫോളിയോസ് ആണുള്ളത്. ടോട്ടൽ ഫോളിയോസ് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഫോളിയോസ് അടക്കം നോക്കുകയാണെങ്കിൽ 25.19 കോടി ഫോളിയോസ് ആണുള്ളത്. അപ്പോൾ ഓവറോൾ മ്യൂച്വൽ ഫണ്ട് രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ Q2 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. TCSന്റെ അതുപോലെ തന്നെ ടാറ്റ എൽക്സിയുടെ റിസൾട്ടൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ അത് സ്റ്റോക്ക് പ്രൈസിലൊന്നും കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ട്രേഡിംഗ് അവസാനിച്ചതിന് ശേഷം ഡിമാർട്ടിൻ്റെ Q2 റിസൾട്ട് പുറത്തു വന്നിരുന്നു. ഒപ്പം ഇൻഡോ സോളാർ അല്ലെങ്കിൽ ഇൻഡോ വാരി റിന്യൂവബിൾ എനർജിയുടെ Q2 റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജിയുടെയൊക്കെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. ഈ റിസൾട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. ഡിമാർട്ടിൻ്റെ കാര്യത്തിലാണ് പ്രോഫിറ്റബിലിറ്റി മാർജിൻ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. നേരെ മറിച്ച് ഇൻഡോ വാരി വളരെ ഫാബുലസ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാരി റിന്യൂവബിൾ ടെക്നോളജി എക്സലന്റ് റിസൾട്ടാണ്. ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ടുകളും ബെറ്റർ ആണ്. വാരി ഇൻഡോ സോളാർ വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. കാരണം ഇൻഡോ സോളാറിന് വാരി എനർജീസ് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ള പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ അടുത്ത മാസങ്ങളിലും അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജി സെക്ടർ രംഗത്തു നിന്നുള്ള സ്റ്റോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് വാരി ഇൻഡോ സോളാർ എനർജീസ്. അതോടൊപ്പം തന്നെ വാരി റിന്യൂവബിൾ ടെക്നോളജിയും നല്ലൊരു സ്റ്റോക്കാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്താണ് അത് മേജറായിട്ട് പ്രവർത്തിക്കുന്നത്. ധാരാളം സോളാർ പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാരി ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയും കൂടിയാണ്. ഈ കമ്പനീനെ സംബന്ധിച്ച് Q2 റിസൾട്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റാണ്. IPO മാർക്കറ്റാണ് ഗ്ലോബലി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു IPO LG ഇലക്ട്രോണിക്സിൻ്റെ IPO വീണ്ടും ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് IPO ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പം ഈ ആഴ്ചയിൽ എൻ്റെ ലിസ്റ്റിംഗ് വരികയാണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോട് കൂട്ടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ 3.53 ടൈംസ് മാത്രമാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ധാരാളം റീറ്റെയിലേഴ്സിനും ഈ IPO അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് LG ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആവശ്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് 25-30% ഗെയിൻ കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. എൻ്റെ ഫണ്ടമെൻ്റൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ലോങ് ടേമിലേക്ക് മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് LG ഇലക്ട്രോണിക്സ്. അതോടൊപ്പം തന്നെ ടാറ്റ ക്യാപിറ്റൽ ലിസ്റ്റിംഗ് വരികയാണ്. ടാറ്റ ക്യാപിറ്റൽ ഗ്രേ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോവർ റേറ്റിലാണ് IPO വന്നിരുന്നത്. 326 രൂപയ്ക്കാണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലോങ് റണ്ണിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. പക്ഷേ ലിസ്റ്റിംഗ് ഗെയിന് ഒരു പക്ഷേ ഗ്രേ മാർക്കറ്റ് കമ്പാരിസൺ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ത്രസ്റ്റൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിനൊന്നും തന്നെ ഈ സ്റ്റോക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഈ ആഴ്ചയിൽ ഓപ്പൺ ആയിട്ടുള്ള IPOs കനറ റോബേക്കോ 0.44 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് സെക്കൻഡ് ഡേ. അതുപോലെ തന്നെ കനറ HSBC ലൈഫും അറൗണ്ട് 0.47 ടൈംസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു IPO ആണ് റൂബിക്കോൺ റിസർച്ച് 2.49 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ റീറ്റെയിൽ പോർഷൻ 4.16 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച മിക്കവാറും ഈ IPO ഒരു നല്ല ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കനറ റോബേക്കോ, കനറ HSBC ലൈഫും
ഇൻവെസ്റ്റ് ചെയ്യാവുന്ന IPOs തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ മേജർ IPOs ഒന്നും തന്നെ വേറെ മേജർ IPOs ഒന്നും തന്നെയില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ ധാരാളം Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ബാങ്കുകളുടെ Q2 റിസൾട്ടുകളുണ്ട്, മറ്റ് കമ്പനികളുടെ Q2 റിസൾട്ടുകളുണ്ട്, HCL ടെക് പോലുള്ള ടെക്നോളജി കമ്പനികളുടെ Q2 റിസൾട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകളുടെ ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ആഴ്ച മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തിങ്കളാഴ്ച ഒരു വീക്ക് ഓപ്പണിംഗ് ഒക്കെ കണ്ടേക്കാം. കാരണം താരിഫ് ഇമ്പാക്റ്റിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഏഷ്യൻ മാർക്കറ്റിലൊക്കെ തിങ്കളാഴ്ച കണ്ടേക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നീജർക്ക് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവർ തന്നെയാണ്. നല്ല രീതിയിൽ നമ്മുടെ മാർക്കറ്റ് ലോവർ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് Q2 റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും Q2 റിസൾട്ടുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും വളരെ മോശമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാത് സെക്ടറുകളിലൊക്കെ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. ഇനി ഒരുപക്ഷെ നാളെ നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാൻ പോകുന്ന 2 സ്റ്റോക്കുകൾ റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രയാണ്. റിലയൻസ് പവറിൻ്റെ CFOനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്ന ന്യൂസുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ടെമ്പററി ആയിട്ട് 2 കമ്പനികളെ സംബന്ധിച്ചും ഈ അലഗേഷൻസും കേസസും ഒക്കെ സ്വല്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കമ്പനികളുടെ ഫണ്ടമെന്റൽസ് ഇൻടാക്റ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ ടെമ്പററി ആയിട്ടുള്ള സെറ്റ് ബാക്കുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും താഴേക്ക് വന്നേക്കാം. ലോങ് റണ്ണിൽ വീണ്ടും നല്ല രീതിയിൽ ലോവർ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധ്യതകളുണ്ട്. പക്ഷേ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് മാത്രം കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് മാത്രമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടൊരു ഡീലിലെത്തിയിട്ടുണ്ട് അസ്ട്രാസെനക്ക. അപ്പം അസ്ട്രാസെനക്ക വലിയ രീതിയിലാണ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ട്രംപായിട്ടൊരു ഡീലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ താരിഫ് ഒന്നും തന്നെ അസ്ട്രാസെനക്ക ഡ്രഗുകളെ ബാധിക്കാൻ പോകുന്നില്ല. ഒപ്പം അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും കൂടി ലിസ്റ്റ് ചെയ്യാണ് അസ്ട്രാസെനക്ക. ഈ ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ സ്റ്റോക്ക് പ്രൈസിൽ കണ്ടിരുന്നു. ലോവർ ലെവലിൽ വീണ്ടും ഈ സ്റ്റോക്ക് ഒരു ബൈയിങ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അസ്ട്രാസെനക്ക ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഒപ്പം Q2 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ മാർക്കറ്റ് റിയാക്ഷനിൽ താഴെ പോരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഈ ആഴ്ചയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ബൈ നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവ് നമ്മുടെ മാർക്കറ്റിന് ഒരു പുതുജീവൻ തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളും നമ്മുടെ റീറ്റെയിലേഴ്സ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒന്നും തന്നെ കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ മെച്യൂരിറ്റിയിൽ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും നല്ല ഡേയ്സ് ഹെഡ് തന്നെയാണ്. താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് റിയാക്ഷൻസ് ഒക്കെ കണ്ടേക്കാം. ആ റിയാക്ഷൻസ് ഒക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. താരിഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് ഇമ്പാക്റ്റുകളൊക്കെ മാർക്കറ്റുകളിൽ ഉണ്ടാകാം. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മീഡിയയിൽ വരുന്ന ന്യൂസ് ഫ്ലോസ് ആണ് ചൈന റെയർ എർത്ത് മാഗ്നറ്റ്സ് എക്സ്പോർട്സ് ബാൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിരിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് റെയർ എർത്ത്സ്? എങ്ങനെയാണ് ഈ റെയർ എർത്ത്സ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്? ഏതെല്ലാം എലമെൻറ്റ്സ് ആണ് റെയർ എർത്ത്സ് കാറ്റഗറിയിലുള്ളത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്ന് എത്തി നോക്കാം. റെയർ എർത്ത്സ് എന്ന് പറയുന്നത് 17 മെറ്റാലിക് എലമെൻറ്റുകൾ കൂടിച്ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ 17 മെറ്റാലിക് എലമെൻറ്റുകളെയും കൂട്ടിച്ചേർന്ന് വിളിക്കുന്ന ഒരു പേരാണ് റെയർ എർത്ത്സ്. ഇതിൽ 16 മെറ്റാലിക് എലമെൻറ്റ്സും നാച്ചുറലി ഒക്കറിങ് ആണ്, അതായത് പ്രകൃതിയിലുള്ള മെറ്റാലിക് എലമെൻറ്റ്സ് ആണ്. ഒരെണ്ണം മാത്രമാണ് പ്രകൃതിയിലില്ലാത്തത് മാത്രം. അപ്പോൾ നമ്മൾ 16
മെറ്റാലിക് എലമെൻറ്റിനെ കുറിച്ച് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്താണ് ഈ 16 മെറ്റാലിക് എലമെൻസിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്? ഈ 16 മെറ്റാലിക് എലമെൻസിനും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെറ്റൽസൊക്കെ എക്യുപ്മെൻറ്റുകളിൽ, ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളിൽ, ചിപ്പുകളിൽ, അതുപോലെ തന്നെ ധാരാളം അപ്ലയൻസസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഭൂമിയിൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റാലിക് എലിമെൻസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റെയർ എർത്ത്സ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്? വളരെ ഫണ്ണിയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആദ്യത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കുന്നത് സ്വീഡനിലത്തെ ഇറ്റർബി എന്ന് പറയുന്നുള്ളൊരു ടൗണിലാണ്. ആദ്യത്തെ മെറ്റാലിക് എലമെൻറ്റ് ഇറ്റർബൈറ്റ് എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ കൂടെ ഒരു ഓക്സൈഡായിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ ഓക്സൈഡിൻ്റെ പേരെന്ന് പറയുന്നത് ഇറ്റർബിയം എന്നുള്ളൊരു പേരാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഓക്സൈഡുകളെ പൊതുവെ അവിടെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്ന് വിളിച്ചിരുന്നത് എർത്ത്സ് എന്നാണ്. അപ്പോൾ ഈ ഇറ്റർബിയം എന്ന് പറയുന്ന ഒരു ഓക്സൈഡ് ഇറ്റർബൈറ്റ് മിനറലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓക്സൈഡിനെ കണ്ടുപിടിച്ചപ്പോൾ അതിന് കൊടുത്ത പേരാണ് ഇറ്റർബിയം എന്ന് പറഞ്ഞത്. അതിനെ അന്ന് അവിടെ വിളിച്ചിരുന്നത്, ഇത്തരത്തിലുള്ള ഓക്സൈഡുകളെ വിളിച്ചിരുന്നത് എർത്ത്സ് എന്നുള്ള പേര് വിളിച്ചാണ്. പിന്നീടാണ് ഇറ്റർബിയത്തിൻ്റെ പേര് മാറി ഇന്നത്തെ ഇട്രി ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇട്രിയം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം വളരെ റെയറായിട്ടാണ് പിന്നീടൊക്കെ ഭൂമിയിൽ കണ്ടിട്ടുള്ളൂ. ഇത് ധാരാളം ഉണ്ട് എങ്കിൽ പോലും വളരെ റെയറായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൻ്റെ പേരൊക്കെ റെയർ എർത്ത് എന്നായിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും റെയർ എർത്ത്സ് എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെയാണ് കോമൺ ആയിട്ട് ഈ 17 മെറ്റാലിക് എലിമെൻസിനും റെയർ എർത്ത്സ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 17 മെറ്റാലിക് എലിമെൻറ്റിൽ 16 നാച്ചുറലി ഒക്കറിങ് ആണ്. ഇതിലുള്ള മേജറായിട്ടുള്ള പല എലമെൻറ്റുകളുടെയും അല്ലെങ്കിൽ റെയർ എർത്തുകളുടെയും പ്രോപ്പർട്ടി ഒന്ന് നമുക്ക് നോക്കാം. ടെർബിയം ആൻഡ് ഇട്രിയം, ഈ 2 റെയർ എർത്തുകളാണ് നമുക്ക് വൈബ്രൻറ്റ് കളേഴ്സൊക്കെ സ്മാർട്ട് ഫോണിലും ടെലിവിഷൻ സ്ക്രീനിലും ഒക്കെ കാണിച്ചു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ പ്രോമിസിങ് ആണല്ലേ. അതോടൊപ്പം തന്നെ സേറിയമാണ് കെമിക്കൽ റിയാക്ഷൻസ് കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ പ്രോമിസിങ് ആണ്. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള 4 റെയർ എർത്ത്സുകളുണ്ട്. നിയോഡീമിയം, അതുപോലെ തന്നെ പ്രാസോഡീമിയം, അതുപോലെ തന്നെ ടെർബിയം, ഡിസ്പ്രോസിയം. ഈ 4 റെയർ എർത്തുകളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത്. അതിൽ നമ്മൾ നിയോഡീമിയത്തിൻ്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മോൾ മാഗ്നറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി തന്നെയാണ് പ്രാസിയോഡീമിയം എന്ന് പറയുന്ന റെയർ എർത്തിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ള ഉപകാരം നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് വളരെ സ്മോൾ ആയിട്ടുള്ള മാഗ്നറ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം സ്മോൾ മാഗ്നറ്റുകളും എക്യുപ്മെൻറ്റുകളൊക്കെ നമുക്ക് ഘടിപ്പിക്കാനൊക്കെ പറ്റും, പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പവർ ജനറേഷനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ക്വാളിറ്റികളുള്ള മെറ്റാലിക് എലമെൻസുകളാണ് അല്ലെങ്കിൽ റെയർ എർത്തുകളാണ്, റെയർ എർത്ത് മെറ്റൽസ് ആണ് ഈ കാറ്റഗറിയിൽ വിളിക്കുന്ന റെയർ എർത്ത്സ് എന്ന് പറയുന്ന മെറ്റാലിക് എലിമെൻറ്റ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. നമ്മുടെ ടെക്നോളജിയിലായാലും നമ്മുടെ ചിപ്പ് മേക്കിങ്ങിലായാലും നമ്മുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിലായാലും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെറ്റാലിക് എലിമെൻറ്റ്സ് ആണ്. ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആണ്. ഭൂമിയിൽ ധാരാളം അവൈലബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് റെയർ എർത്ത്സ് എന്നുള്ള പേര് വന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷെ ഇത് അവൈലബിൾ ആണെങ്കിൽ തന്നെ ഇത് പ്രോസസ് ചെയ്തെടുക്കാനും മൈൻ ചെയ്തെടുക്കാനായിട്ട് ധാരാളം ചിലവുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിങ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. പ്രോസസ് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള റെയർ എർത്തുകളൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂടെയൊക്കെ യുറേനിയം, തോരിയം പോലുള്ള മറ്റ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പ്രോസസ് ചെയ്യുമ്പോൾ റേഡിയോ ആക്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് പ്രോസസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല.
1960 മുതൽ 80 വരെ ഇത് കുത്തകയായിട്ട് വെച്ചിരുന്ന അമേരിക്കക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മൈൻ ചെയ്ത് പ്രോസസ് ചെയ്തെടുത്തിരുന്നത്. പക്ഷെ 1980 ശേഷം കഥ മാറി. വളരെ ചീപ്പായിട്ട് റെയർ എർത്ത് മൈൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ചൈന എന്ന് പറയുന്ന രാജ്യം നേടിയോട് കൂടിയിട്ട് അമേരിക്കയുടെ സ്ഥാനമൊക്കെ വളരെ താഴെ പോയി. ഇന്ന് ലോകത്തിൽ മൈൻ ചെയ്യുന്ന റെയർ എർത്ത് മാഗ്നറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. അതായത് നിയോഡീമിയം, പ്രാസിയോഡീമിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഈ 4 മാഗ്നറ്റിക് റെയർ എർത്ത്സും മൈൻ ചെയ്യുന്നത് 61% ചൈനക്കാരാണ് മൈൻ ചെയ്യുന്നത്. 16% മ്യാൻമാറിലാണ്, 9% US-ലുള്ളൂ, 4% ഓസ്ട്രേലിയയാണ്, 10% ബാലൻസ് കൺട്രികൾ മൈൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് പ്രോസസ് ചെയ്യുന്നതോ 91% ചൈനയാണ്, 4% മലേഷ്യയാണ്, 1% മാത്രമാണ് US പ്രോസസ് ചെയ്ത് റിഫൈൻ ചെയ്യുന്നുള്ളൂ, 3% റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ചൈനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ റെയർ എർത്ത്സ് റിസർവുകൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ റെയർ എർത്ത്സ് റിസർവ് ഉള്ളത്, 44 മില്യൺ ടണ്ണാണ്. ബ്രസീലിൽ 21 മില്യൺ ടണ്ണാണ്. മൂന്നാമത് ഇന്ത്യയിലാണ് 6.9 മില്യൺ ടൺ. നാലാമത് ഓസ്ട്രേലിയയാണ് 5.7 മില്യൺ ടൺ. റഷ്യ ആണ് 5-ാമത് 3.8 മില്യൺ ടൺ. അതുപോലെ തന്നെ വിയറ്റ്നാമാണ് 6-ാമത് 3.5 മില്യൺ ടൺ. US-ൻ്റെ സ്ഥാനം 7-ാമത് മാത്രമേ ഉള്ളൂ, 1.9 മില്യൺ ടൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രീൻലാൻഡാണ് 1.5 മില്യൺ ടൺ. ടാൻസാനിയ 0.9 മില്യൺ ടൺ. സൗത്ത് ആഫ്രിക്ക 0.9 മില്യൺ ടൺ. കാനഡ 0.8 മില്യൺ ടൺ. അപ്പോൾ ചൈനയുടെ കയ്യിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റെയർ എർത്ത്സ് റിസർവ് ഉള്ളത്. 2024 ചൈന തന്നെയാണ് ലോകത്തിൽ 70% റെയർ എർത്ത്സുകൾ മൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് 2,70,000 ടണ്ണാണ് 2024 ചൈന മൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതേസമയം അമേരിക്കയിൽ 45,000 ടൺ മാത്രമേ ഉള്ളൂ. മുമ്പ് ചൈന പലതരത്തിലുള്ള റെയർ എർത്തുകളും മെറ്റൽസൊക്കെ ബാൻ ചെയ്തിരുന്നു. പക്ഷേ ഏപ്രിൽ മുതൽ 7 റെയർ എർത്തുകൾ ചൈന ബാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഈ 7 റെയർ എർത്തുകളും അമേരിക്കയിൽ 0 പ്രൊഡക്ഷനാണ്. ചൈന കഴിഞ്ഞാൽ വിയറ്റ്നാം, ജപ്പാൻ, ഇന്ത്യ, റഷ്യ, കാനഡ, ഈ രാജ്യങ്ങളിൽ മാത്രമാണ് ബാൻ ചെയ്തിട്ടുള്ള 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയർ എർത്ത്സുകളും മൈൻ ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നുള്ളൂ. സമാറിയം, ഗഡോലീനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ലുട്ടേറ്റിയം, ഇട്രിയം, സ്കാൻഡിയം, ഈ 7 എണ്ണമാണ് ചൈന ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്നത്. ഇത് ലുട്ടേറ്റിയം വളരെ ഇമ്പോർട്ടൻ്റാണ്, ചൈനയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇത് യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഹൈഡ്രോ കാർബൺ ബ്രേക്ക് ഡൗണിന് വേണ്ടി ഓയിൽ റിഫൈനറികളിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് ചൈനയുടെ മൊണോപ്പൊളിയാണ്. അപ്പോൾ ചൈന വളരെ കണ്ണിങ് ആയിട്ട് തന്നെയാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. അമേരിക്കയുടെ പ്രഷർ ടാക്ടിക്സിന് അതേ രീതിയിൽ തിരിച്ചടി കൊടുക്കുകയാണ് ചൈന. കാരണം ചൈനേനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അമേരിക്കയിൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചിപ്പുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റ് ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. കാരണം 70% അമേരിക്ക ഇത്തരത്തിലുള്ള റെയർ എർത്ത്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനേനെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ മോസ്റ്റ് മോഡേൺ ഫാബുലസ് എയർക്രാഫ്റ്റാണ് F-35. ഇത് നിർമ്മിക്കണമെങ്കിൽ 408 കിലോഗ്രാം റെയർ എർത്ത്സ് വേണം. ഈ റെയർ എർത്ത്സൊക്കെ ചൈനയിൽ നിന്ന് കിട്ടിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ റെയർ എർത്തുകളുടെ ഇമ്പോർട്ടൻസ് നമുക്കെല്ലാവർക്കും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് കൊണ്ടിട്ടുള്ള ചൈനയുടെ ട്രേഡ് വാർ അമേരിക്കനെ വെള്ളം കുടിപ്പിക്കുന്നുള്ള കാര്യം
തീർച്ചയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കൊക്കെ ചൈന സപ്ലൈ ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു അഷുറൻസും വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ഒരു കാരണവശാലും ഇത് അമേരിക്കയിലേക്ക് റീ എക്സ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ അല്ല മറ്റ് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത് മാഗ്നറ്റ്സ് ഒന്നും തന്നെ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് ഒന്നും തന്നെ അമേരിക്കയിലേക്ക് റീ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ താരിഫ് വാർ അൾട്ടിമേറ്റ്ലി അമേരിക്കയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിൽ വാറ് വഷളാവുകയാണെങ്കിൽ, ട്രേഡ് വാർ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇന്ത്യയുടെ മേൽ വീണ്ടും ട്രംപ് പുതിയ ഇമ്പോർട്ട് താരിഫ് ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ട്രംപിൻ്റെ കാര്യമായ കാരണം ഒന്നും തന്നെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് റെയർ എർത്ത്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സമ്മറി. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക്, ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും റെയർ എർത്ത്സ് എന്താണ്, റെയർ എർത്ത്സിൻ്റെ പേര് എങ്ങനെയാണ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്ന നല്ല വൊളാറ്റിലിറ്റി തന്നെയാണ്. Q2 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് മൊമെൻ്റൊക്കെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവാം. അൾട്ടിമേറ്റ്ലി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യൻ മാർക്കറ്റ് ഓൺ എ സേഫ് വിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. അറ്റ് എവരി ഡിപ്പ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു അവസരമായിരിക്കുക. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.